കോപ്പ അമേരിക്ക ഫൈനൽ നാളെ നടക്കാനിരിക്കുമ്പോൾ രണ്ട് നായകന്മാരിലേക്കാണ് ലോകം ഉറ്റുനോക്കുന്നത്. 7ാം അന്താരാഷ്ട്ര ഫൈനലിനാണ് മെസ്സി ബൂട്ടണിയുന്നത്. ഹാമിഷ് റോഡ്രിഗസ് എന്ന ഗോൾഡൻ ബോയിയുടെ ചിറകിലേറിയാണ് കൊളംബിയ ഫൈനലിലേക്ക് എത്തുന്നത്. കാലത്തിന്റെ സൂചി 10 വർഷം പിന്നോട്ട് തിരിക്കാം. 2014 ജൂലൈ 14 ലോകകപ്പ് ഫൈനൽ വിസിൽ മുഴങ്ങി കളി അവസാനിക്കുമ്പോൾ പുതിയൊരു താരത്തെ ഫുട്ബോൾ ലോകം കണ്ടെടുത്തു. വമ്പന്മാർ മാറ്റൊരുക്കുന്ന ലോകകപ്പിലെ ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കിയ ഒരു 21-കാരൻ പയ്യൻ. ഫുട്ബോൾ ആരാധകരാരും മറക്കാനിടയില്ലാത്ത പേരാണ് ഹാമിഷ് റോഡ്രിഗസിന്റേത്. 2014 ലോകകപ്പിൽ ഉറുഗ്വേക്കെതിരെ ഹാമിഷ് നേടിയ ഗോൾ ആ വർഷത്തെ പുഷ്കാസ് പുരസ്കാരവും സ്വന്തമാക്കി. ലോകകപ്പിന് പിന്നാലെ റയലിലേക്ക് എത്തിയെങ്കിലും പരിക്ക് കാരണം ക്ലബ് കരിയറിൽ തിളങ്ങാനാകാതെ പോയ റോഡ്രിഗസിനെ ആരാധകർ മറന്നു തുടങ്ങുമ്പോഴാണ് വീണ്ടും കൊളംബിയൻ നായകനായി ഗോൾഡൻ ബോയുടെ തിരിച്ചുവരവ്. 23 വർഷങ്ങൾക്കിപ്പുറം കൊളംബിയയെ കോപ്പ അമേരിക്ക ഫൈനലിലെത്തിച്ച് തിരിച്ചുവരവിന്റെ അതിമനോഹരമായ ഗാഥ രചിച്ചിരിക്കുകയാണ് ഹാമിഷ് റോഡ്രിഗസ്. തന്റെ ഉള്ളിലുള്ള കനൽ ഇനിയും കെട്ടടങ്ങിയിട്ടില്ലെന്ന് കളത്തിൽ തെളിയിക്കുന്നു ഹാമിഷ്. ഈ കോപ്പയിൽ 6 അസിസ്റ്റുകളുമായി മെസ്സിയുടെ റെക്കോർഡും പഴങ്കഥയാക്കിയാണ് കൊളംബിയൻ നായകൻ ഫൈനലിലിറങ്ങുന്നത്. മറുവശത്ത് കരിയറിലെ 7ാം അന്താരാഷ്ട്ര ഫൈനലിലാണ് ലയണൽ മെസ്സി പന്ത് തട്ടാനിരിക്കുന്നത്. കളത്തിലിറങ്ങിയാൽ 7ാമത്തെ അന്താരാഷ്ട്ര ഫൈനൽ കളിക്കുന്ന ആദ്യത്തെ താരമെന്ന നേട്ടവും അർജന്റീന നായകന് ലഭിക്കും. ക്യാപ്റ്റൻ എന്ന നിലയിൽ 6ാം ഫൈനലാണ് മെസ്സി കളിക്കുക. അർജന്റീനയും കൊളംബിയയും പോരടിക്കുമ്പോൾ മെസ്സിയും റോഡ്രിഗസും തമ്മിലുള്ള പോരാട്ടത്തിന് കൂടിയാണ് കളമൊരുങ്ങുന്നത്. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.